ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് ടൗൺ വോയിസിലുള്ളത്. ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഇഗ്നോർ ഇറ്റ്. കാരണം ഒന്നും ചെയ്യാൻ വഴിയില്ല, ഫാൻ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ചൂടെടുക്കും, അതുകൊണ്ടാണ്. പിന്നെ അമ്മ അവിടെ ഫോണിൽ എന്തോ കാണുന്നുണ്ട്, അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവാം, അറിയില്ല. ഇത് കഴിഞ്ഞ് ഞാൻ കേട്ട് നോക്കുമ്പോഴാവും എനിക്കറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്പനയിൽ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വാട്ട് ഐ ഹാവ് പർച്ചേസ്ഡ് ഫോർ ദിസ് ഓണം. ഈ ഓണം നമുക്ക് ആഘോഷിക്കാൻ പറ്റില്ല, കാരണം എല്ലായിടത്തും ഓണാഘോഷമൊക്കെ വേണ്ടാതെ വെച്ചിരിക്കുകയാണ്. എന്താണ് അതിൻ്റെ റീസൺ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇപ്രാവശ്യത്തെ മഴയിലുണ്ടായിട്ടുള്ള വയനാട്ടിലെ ദുരന്തം തന്നെയാണ് ഇതിൻ്റെ കാരണം. അപ്പോൾ നമുക്ക് ഓണാഘോഷം പരിപാടികളും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഞാൻ ഈ ഓണത്തിന് ഈ അടുത്തൊന്നും അല്ല, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന സാധനങ്ങൾ പർച്ചേസ് ചെയ്തത്. കുറച്ചൊക്കെ ഞാൻ ഇന്നലെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പം എനിക്ക് മടിയായി വൈകുന്നേരം. പിന്നെ ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ഫ്രീ ആയിട്ട് ഇരുന്ന് വീഡിയോ എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ അടുത്തായിട്ട് ഞാനെല്ലാം പർച്ചേസ് ചെയ്തതല്ല, കുറച്ച് മുന്നേ തന്നെ ഞാൻ എന്താ വെച്ചാൽ എനിക്ക് ഓണം ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ മുന്നേ തന്നെ ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് അത് തയ്പ്പിക്കാൻ കൊടുത്ത് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴൊക്കെ എന്തായാലും അത്യാവശ്യം ആവും. അപ്പോൾ ഞാൻ ഒരു 3 മാസം മുന്നേ തന്നെ ഞാൻ ഓണത്തിന് വേണ്ട ഓണക്കോടി ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ ഞാൻ ആഗ്രഹിച്ച് മേടിച്ച കുറച്ച് സാധനങ്ങളുണ്ട് ഇന്നലെ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതാണ്. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞിട്ട് ഈ ഇൻട്രോ ചളാക്കുന്നില്ല. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മേടിച്ച നമ്മുടെ ഓണക്കോടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് സാധനങ്ങളുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഔട്ട്ഫിറ്റായിട്ട് ഒരു 4 എണ്ണമൊക്കെ ഉണ്ടാവുള്ളൂ. അതല്ലാണ്ട് വേറെ കുറച്ച് സാധനങ്ങളുണ്ട്, നമുക്ക് ലാസ്റ്റിലേക്ക് കാണിക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമുക്ക് ഓണത്തിന് നമ്മൾ ഷൂട്ടിന് വേണ്ടി മേടിച്ചിട്ടുള്ള ഓണക്കോടിയാണ് കാണിച്ചിരുന്നത്. ഇതൊക്കെ പൊളിച്ചു കേട്ടോ, കാരണം ഇതിൻ്റെ ബ്ലൗസൊക്കെ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. ഇതിന് ബ്ലൗസ് പീസ് ഇതിൽ വേറെ വരുന്നുണ്ട്, കാണിച്ചു തരാം. കണ്ടോ, ഇത് ബ്ലൗസ് പീസാണ് ഇതിൻ്റെ. പക്ഷെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ മാറ്റി കോൺട്രാസ്റ്റ് കളറിലുള്ള ഒരു ബനാറസി സിൽക്കിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ട് തയ്ക്കാൻ കൊടുത്തു. കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഞാൻ ബ്ലൗസ് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നില്ല. സാരി ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സാരി. ഗോൾഡൻ സ്ട്രൈപ്സ് വരുന്ന ഒരു സാരിയാണ്, കണ്ടില്ലേ. ഇത് ഞാൻ കുറേ ആയി എനിക്കിത് മേടിക്കണം എന്നുള്ളൊരാഗ്രഹം, കാരണം എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ മേടിച്ചതാണ്. ഇത് ഞാൻ മേടിച്ചിട്ടുള്ളത് ഇതാണ് കേട്ടോ നമ്മുടെ സാരി. ഇവിടെ ഇങ്ങനെ, അപ്പോൾ ഇതിൽ നമുക്കിത് ബോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് മുന്താണിയുടെ ഭാഗത്ത് വരുന്നതാണ് കേട്ടോ ഈ ഒരു വർക്ക് എന്ന് പറയുന്നത്. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ഞാൻ മടക്കാൻ എനിക്ക് കാര്യമായിട്ട് അറിയില്ല, അതാണ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാത്തത്. ഇങ്ങനെ കാണിച്ചു തരാം. ഇങ്ങനെ മുന്താണിയുടെ ഭാഗത്ത് വരുന്ന ഒരു വർക്കാണ്. ഇതിൻ്റെ ബ്ലൗസ് ഞാൻ മുറിച്ച് മാറ്റി വെച്ചു, എന്നാലും ഞാൻ സെപ്പറേറ്റ് എടുത്തൊരു ബ്ലൗസ് തയ്പ്പിക്കുകയാണ് ചെയ്തത്. എൻ്റെ ഇഷ്ടത്തിന് ഞാൻ തയ്പ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് നമുക്ക് ഷൂട്ടൊക്കെ ഉണ്ടെങ്കിൽ കഴിഞ്ഞിട്ട് ഞാൻ ഫോട്ടോസ് ഒന്നെങ്കിൽ ഞാനിത് എന്താ പറയുക അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് ഫോട്ടോഷൂട്ടിന് ഫോട്ടോസ് എഡിറ്റ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ എന്താ പറയുക സാരി എന്ന് പറയുന്നത്. ഇത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഓൺലൈൻ സ്റ്റോറാണ്. ഒരു ഓൺലൈൻ സ്റ്റോർ എന്നാണ് ഇൻസ്റ്റഗ്രാമിലത്തെ വില്ലേജ് ഹാൻഡ്ലൂംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൺലൈൻ സ്റ്റോർ എന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അവരുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ഞാൻ കഴിഞ്ഞ വിഷുവിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ടുള്ളതും അതുപോലെ വേറൊരു പരിപാടിയും കൂടി ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഞാൻ അവരുടെ കയ്യിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഐറ്റംസ് ഉണ്ട്. അവരുടെ നമ്പറും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ കൊടുക്കാം, കാരണം അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട് അവരുടെ കയ്യിൽ. നമുക്ക് കാണുമ്പോൾ തന്നെ ഏതെടുക്കണം എന്ന് തോന്നും. അപ്പോൾ അത്ര റേറ്റും ഇല്ല, നമുക്ക് പറ്റുന്ന റേറ്റിന് നല്ല നല്ല പ്രൊഡക്ട്സ് അവരുടെ കയ്യിലുണ്ട് കേട്ടോ. ഞാൻ വേണമെന്ന് ആഗ്രഹിച്ച് ഞാൻ മേടിച്ചൊരു സാധനമാണ് ഈ സാരി. ഇനി നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത്, ഇത് നമുക്ക് നമ്മുടെ വലിയച്ഛനും വലിയമ്മയും കൂടിയിട്ട് ഓണത്തിന് ഓണക്കോടിയായിട്ട് തന്നിട്ടുള്ളതാണ്. എൻ്റെ വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഇഗ്നോർ ഇറ്റ്. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ഫോണ് ആൻഡ്രോയിഡിൻ്റെ ഓപ്പോ F17 ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ക്ലാരിറ്റി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ വീഡിയോ എടുക്കുമ്പോഴൊന്നും കുഴപ്പമില്ല, ക്ലാരിറ്റിക്ക് ഇഷ്യൂസ് ഇല്ല. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, അപ്ലോഡ് ചെയ്യുമ്പോഴും കുഴപ്പമില്ല. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ചാനലിൽ ഇത് വന്ന് കിടക്കുമ്പോൾ എനിക്ക് തന്നെ കാണുമ്പോൾ ഇടയ്ക്ക് ക്ലാരിറ്റി, കണ്ണും മൂക്കൊക്കെ ആകെ കൂടി ബ്ലറായി ഒരു വൃത്തിയില്ലാത്ത പോലെയാണ് തോന്നാറുള്ളത്. അപ്പോൾ ക്ലാരിറ്റി ഇഷ്യൂസ് ഉണ്ടാവും, ക്ഷമിക്കുക. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പട്ടുപാവാടയാണ്. ഇത് ഞാൻ തയ്ക്കാൻ കൊടുത്തിട്ടില്ല, കാരണം എനിക്കിതിനെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. മുത്തും പവിഴമൊക്കെ വെച്ച് പിടിപ്പിക്കാനുള്ളത് കൊണ്ട് ഞാനിത് എന്താ പറയുക തയ്പ്പിക്കാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ്. ഇതെന്ത് പൂവാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെച്ചി അങ്ങനത്തെ മണമുണ്ട്. കുറേ ദിവസം ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. തുണിക്ക് ഇനി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്മെല്ല് വരുമല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെ ഗോൾഡൻ്റെ
ഇതിലിങ്ങനെ റെഡ് ഫ്ലവേഴ്സ് മാത്രമേ ഉള്ളൂ. ഗോൾഡൻ്റെ ഇങ്ങനെ ഔട്ട്ലൈൻ വന്നിട്ട് കസവിൻ്റെ കോട്ടൺ ആണ്. ഇത് നമുക്ക് വല്യമ്മയും വെളിച്ചനും കൂടിയിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് തന്നെ വില്ലേജ് ഹാൻഡ്ലൂംസ് തന്നെയാണ് വല്യമ്മയും വെളിച്ചനും ഇത് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പട്ടുപാവാട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഗോൾഡൻ്റെ ഫ്ലവറും കൂടി വരുന്നുണ്ട്. വലിയ ഫ്ലവേഴ്സാണ്. ബ്ലൗസിൽ ഒരു ചെറിയ അത്യാവശ്യം വേണ്ട വലിപ്പമുണ്ട് എന്നാൽ അത്രയും ചെറുതല്ലാത്തതുമായിട്ടുള്ളൊരു ഫ്ലവേഴ്സിൻ്റെ ഡിസൈനും. ഇതിൽ എന്താ പറയുക വലിയ പൂവും കാര്യങ്ങളൊക്കെയാണ്. പൂവും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഗോൾഡൻ്റെ ഉണ്ട്, റെഡ് കളറിലുള്ളതുകൊണ്ട് ഞാൻ അധികം ഓപ്പൺ ചെയ്ത് കാണിക്കില്ല, കാരണം ഞാൻ തന്നെ ഇത് മടക്കി വെക്കണം. അപ്പോൾ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഓണക്കോടി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതൊന്നും ഇപ്പോൾ അടുത്ത് മേടിച്ചിട്ടുള്ളതല്ല. ഇതൊക്കെ ഞാൻ ഈ സാരി മേടിച്ചിട്ട് തന്നെ അത്യാവശ്യം മാസങ്ങളായും തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു 4 മാസത്തോളം ആയിട്ടുണ്ട് സാരി മേടിച്ചിട്ട്. അപ്പോൾ പട്ടുപാവാട അതിന് ശേഷമാണ് ഓർഡർ ചെയ്തിട്ട് എത്തിയിട്ടുള്ളത്. അങ്ങനെ അപ്പോൾ 2 ഓണക്കോടി കണ്ടല്ലോ. ഇനി ഇന്നലെ പോയിട്ട് അതാണ് ഇന്നലെ ഞാൻ ഷോപ്പിങ്ങിന് പോകുമ്പോൾ വ്ളോഗൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഒറ്റയ്ക്കാണ് ഷോപ്പിങ്ങിന് പോയത്. വേറെ ആരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. ഞാൻ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ഫ്രണ്ട്സിനോട് ചോദിച്ചു എൻ്റെ കൂടെ വരാൻ പറ്റുമോ, സ്റ്റുഡിയോയിൽ പോകാനുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റുഡിയോയിൽ പോയത്. സ്റ്റുഡിയോയിൽ പോകാനുണ്ട്, എൻ്റെ കൂടെ വരാൻ പറ്റുമോ ചോദിച്ചാൽ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് കല്യാണം കളവാണ്, അങ്ങനെ കുറേ പരിപാടി ഉള്ളത് കൊണ്ട് ആരും ഫ്രീ ആയിരുന്നില്ല. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് ഗൈസ് പോയത്. അപ്പോൾ ഞാൻ നല്ല സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ടായിരുന്നു. ഇതും നമ്മുടെ വെളിച്ചൻ്റെയും വെലിമയുടെയും വക ഐറ്റംസാണ് ഗൈസ്. ഞാൻ വെളിച്ചെണ്ണ വെലിമയുടെ കൂടെ പർച്ചേസ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പോയപ്പോൾ ഒന്നും ഇഷ്ടമായില്ല. പിന്നെ ഞാൻ പോയ ഷോപ്പിൽ ഭയങ്കര റേറ്റാണ്. ഞാൻ അത്രയും റേറ്റ്, ഞാനിപ്പോൾ കോളേജിൽ ഡെയിലി പോകുന്നത് കൊണ്ട് എനിക്ക് ഡെയിലി ഡ്രസ്സ് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ അത്യാവശ്യം ഡ്രസ്സ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടുന്ന് എടുക്കണ്ട, സ്റ്റുഡിയോയിൽ പോയിട്ട് എടുക്കാം. സ്റ്റുഡിയോയിലാണെങ്കിൽ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ടൈമാണ്. പക്ഷെ ഞാൻ പോയപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ട 2 സാധനങ്ങൾ മാത്രം, കുറേ ഒന്നും എടുത്തില്ല കേട്ടോ. ഡ്രസ്സായിട്ട് ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ഓണത്തിന് അമ്പലത്തിൽ പോയി വന്നാൽ എന്തെങ്കിലും എടുത്തിടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു 2 ഡ്രസ്സ് മേടിച്ചു. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അത് ഞാൻ വീഡിയോ ഇന്നലെ ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഞാൻ സോളോ ട്രിപ്പായിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ ഇന്നലെ വ്ളോഗൊക്കെ ഇവിടുന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഷോർട്സ് ആയിട്ട് മിനി വ്ളോഗായിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ നിന്നും പോകുന്നതും ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ബസ് ഇറങ്ങി ഓട്ടോ പിടിച്ച് പോകണതും ഒക്കെ ഞാൻ വീഡിയോ എടുത്തു. അവിടെ പോയപ്പോൾ ഞാൻ വീഡിയോയുടെ കാര്യം മറന്നുപോയി. അവിടെ പോയപ്പോൾ പിന്നെ കണ്ണൊക്കെ മഞ്ഞളിച്ച് പോയി. കാരണം സാധനങ്ങൾ എടുക്കുന്ന സമയത്ത് അത്യാവശ്യം ആ ബാഗുണ്ട്, ഞാൻ കൊണ്ടുപോയ എൻ്റെ ഹാൻഡ് ബാഗും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ ഉള്ള ഒരു നമ്മുടെ കൂടെ ആരെങ്കിലും ഹെൽപ്പിനുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തത് പകുതിക്ക് വെച്ച് നിർത്തി. അപ്പോൾ ഞാൻ വിചാരിച്ചു വീട്ടിൽ വന്നിട്ട് ഷോപ്പിംഗ് കഴിഞ്ഞിട്ടുള്ള ഇതുപോലെ സാധനങ്ങൾ കാണിക്കാമെന്ന്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ വന്ന് ഞാൻ അത്രയും ദൂരം പോയിട്ട് വന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. അപ്പം ഞാൻ വന്നിട്ട് പിന്നെ മടി കാരണം അവിടെ വെച്ചു. ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ടു ബി ഹോണസ്റ്റ്, ഞാൻ ആദ്യമേ പറയാം, ഞാൻ മേടിച്ച സാധനങ്ങളിൽ നിന്ന് 2-3 എണ്ണമൊക്കെ ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായതൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഡ്രസ്സ് കാണിച്ചു തരാം. ഞാൻ അതുപോലെ ഇന്നലെ ഷേപ്പ് വെയർ മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ അടുത്തൊരു കല്യാണം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സാരിക്കും അതുപോലെ നമ്മുടെ സെറ്റ് സാരിക്കൊക്കെ വേണ്ടിയിട്ട് ഷൂട്ടിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഷേപ്പ് വെയർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ഞാൻ ഓപ്പൺ ചെയ്തു അത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇത് സ്റ്റുഡിയോ എന്നല്ല, ലോക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ്. ഇവിടെ അടുത്തുള്ളതായിരുന്നു. ഓൺലൈനിലൊക്കെ ഷേപ്പ് വെയർ ഇപ്പോൾ ഷേപ്പ് വെയർ ആണല്ലോ ട്രെൻഡിങ്. എല്ലാവരും സാരിക്ക് ഇപ്പോൾ ഷേപ്പ് വെയർ ആണല്ലോ കേട്ടോ. ഇത് ഞാൻ ക്രീം കളറ് ഒരെണ്ണം മേടിച്ചു. ക്രീം കളറിലുള്ളൊരു, പിന്നെ ഒരു വേറെ കളറും കൂടി ഉണ്ട്, കാണിച്ചു തരാം. പീച്ച് കളർ ഒരു സാരിക്ക് വേണ്ടി ഞാൻ മേടിച്ചതാണ്. പീച്ച് കളറിൽ എൻ്റെ കയ്യിൽ ഒരു മൾട്ടി കളർ സാരി ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ് ഈ ഒരു ഷേപ്പ് വെയർ. അങ്ങനെ ഷേപ്പ് വെയർ മേടിച്ചു. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഇഷ്ടപ്പെട്ടെടുത്ത ഒരു ഫ്രോക്കാണ് കാണിച്ചു തരാൻ പോകുന്നത്. വേറെ 2 സാധനങ്ങളുണ്ട്. സ്റ്റുഡിയോ എന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. സ്റ്റുഡിയോയ്ക്ക് ഞാൻ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ ഞാൻ സ്റ്റുഡിയോ പോയി കുറേ നടന്നു. അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്ക് കാര്യമായിട്ട് വലിയ പിടിപാടൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങോട്ട് നടന്ന് ഒരെണ്ണം എടുത്ത് നോക്കി അത് സെറ്റ് ആവണില്ല. പിന്നെ ജീൻസ് എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് പോയതാണ് ഞാൻ. പക്ഷെ എൻ്റെ അളവിന് അവിടെ പോയിട്ട് എനിക്കൊരു ജീൻസും കിട്ടിയില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, തൃശ്ശൂർ ഒരു 4 സ്റ്റുഡിയോ ഉണ്ട് എൻ്റെ അറിവിൽ. ഒന്ന് അശ്വിനി ഹോസ്പിറ്റലിൻ്റെ അവിടെ ഉള്ളൊരു സ്റ്റുഡിയോ, പിന്നെ മറ്റേ ജൂബിലി ഹോസ്പിറ്റലിൻ്റെ 7th ഗേറ്റിൻ്റെ അവിടെ ഒരു സ്റ്റുഡിയോ ഉണ്ട്, പിന്നെ ഒരെണ്ണുള്ളത് നമ്മുടെ വെസ്റ്റ് ഫോർട്ടിൻ്റെ അവിടെ.
ഈ 3 സ്റ്റുഡിയോ. അത് പോരാണ്ട് നമ്മുടെ ശോഭാ സിറ്റിയിൽ ഒരു സ്റ്റുഡിയോ ഉണ്ട്. അങ്ങനെ 4 എൻ്റെ അറിവിലുള്ള സ്റ്റുഡിയോ. അപ്പം ഞാൻ അശ്വിനിയുടെ അവിടേക്കാണ് പോയത്. വേറെ അങ്ങോട്ട് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ പോയില്ല. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അശ്വിനിയുടെ അവിടുത്തെ സ്റ്റുഡിയോയിൽ പോയി. അധികം കുറേ ആൾക്കാർ ഇന്നലെ അത്ര തിരക്കുണ്ടായിരുന്നില്ല, പക്ഷേ മുന്നേ കഴിഞ്ഞ സൺഡേയിലൊക്കെ ഭയങ്കര സെയിലായതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു എന്ന് പറഞ്ഞു. ഇന്നലെ പോയപ്പോഴത്തേനും നമുക്ക് വേണ്ട ജീൻസും ഇതൊക്കെ അത്യാവശ്യം അവിടുന്ന് പോയി കഴിഞ്ഞു. കാരണം ഒരുപാട് ആൾക്കാർ വന്ന് പർച്ചേസ് ചെയ്തിട്ട് അവിടെ സാധനങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഒരു ഫ്രോക്കാണ് കേട്ടോ. ഇത് ഞാൻ ഇട്ടിട്ടുള്ള ഫോട്ടോ ഞാൻ ഇതിൻ്റെ സൈഡിൽ കൊടുക്കാം. ഇതാണ് നമ്മുടെ ഫ്രോക്ക്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിലൊക്കെ നെറ്റാണ്, ഉള്ളിലൊരു ഇന്നർ ഇട്ടിട്ട് ഒരു സ്ലീവ്ലെസ് ക്രോപ്പായിട്ടുള്ള ഒരു ഇന്നർ ബ്ലാക്കോ വൈറ്റോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളറിലുള്ള ഇന്നർ ഇട്ടിട്ടുള്ളത്. ഇന്നർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ഇട്ട് നോക്കി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫ്രോക്കാണ്. ഭയങ്കര സോഫ്റ്റ് നെറ്റാണ് കേട്ടോ. സോഫ്റ്റ് നെറ്റാണ്. ഇതാണ് ഇതിൻ്റെ പ്രിൻറ്റ് വരുന്നത്. ഇതെന്ത് പ്രിൻ്റാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു വൈഡ് വീനക്കാണ്, ഭയങ്കരമായിട്ടുള്ള വീനക്കാണ് വരുന്നത്. അതുകൊണ്ടാണ് എന്താ പറയുക, ക്രോപ്പ് ടോപ്പൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു ഇന്നറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും, ബ്ലാക്കൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇതൊരു എൻ്റെ കണങ്കാലിൻ്റെ ആ ഭാഗം വരെ ലെങ്ത് ഉണ്ട്, ഫുള്ളല്ല എന്നാൽ ഹാഫും അല്ലാത്തൊരു ലെങ്ത്തിലുള്ള ഒരു ഫ്രോക്ക്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നടക്കണേ. ഈ അരഭാഗവും സ്ലീവിൻ്റെ ഈ ഒരു ഷോൾഡറും തൊട്ടിട്ടുള്ള അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ പോലത്തെ ഒരു സ്ലീവാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടതായിട്ട് പർച്ചേസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുർത്തയാണ് കേട്ടോ. വൈറ്റ് കളറിലുള്ളൊരു കുർത്ത. ഞാൻ കുർത്ത എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്, വൈറ്റ് കളറിലുള്ളൊരു കുർത്ത. വൈറ്റ് കളർ ഞാൻ എപ്പോൾ എവിടെ പോയാലും എന്ത് സെലക്ട് ചെയ്താലും ലാസ്റ്റ് ഞാൻ ബ്ലാക്കിലേക്ക് വരാറുണ്ട്. ഇപ്രാവശ്യം ഞാൻ പോയിട്ട് എന്തുകൊണ്ടോ ഞാൻ ബ്ലാക്ക് എടുത്തില്ല, ഒന്നും ബ്ലാക്ക് എടുത്തിട്ടില്ല. വൈറ്റിൽ ഞാൻ എന്താ പറയുക, ഒരു ലോട്ടസിൻ്റെ ഒരു പ്രിൻറ്റ് വരുന്ന ഒരു കണ്ടോ പ്രിൻറ്റ്, ഇതാണ് ലോട്ടസിൻ്റെ പ്രിൻറ്റുള്ള നല്ലൊരു കുർത്ത കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കോട്ടൺ മെറ്റീരിയലാണ്. കുർത്ത ലൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എടുത്തിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞാൽ സ്മോളാണ്. എക്സസ് ഒക്കെ പോയി, എക്സസ് എടുത്താൽ കറക്റ്റാണ്. സ്മോൾ എടുത്താൽ കുഴപ്പമില്ല. ലൂസായിട്ട് ഇടുന്നവർക്ക് ലൂസായിട്ട് ഇടാം, ടൈറ്റായിട്ട് ഇടുന്നവർക്ക് ടൈറ്റ് ആക്കിയിട്ട് ഇടാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കുർത്ത. കോളർ, ചൈനീസ് കോളർ പോലത്തെ ഒരു കോളറും ഒക്കെ ആയിട്ടുള്ള ഒരു കുർത്ത. അപ്പോൾ ഇതും ഞാൻ സുഡിയോയിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ സുഡിയോയിൽ നിന്ന് വേറെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് കേട്ടോ, കുറച്ചൊന്നും പറയാനില്ല. അതൊരു ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു 2-3 സാധനം ഇതിനടുത്ത് യൂസ് ചെയ്തു. എനിക്ക് ക്ഷമ എന്ന് പറഞ്ഞ സംഭവമല്ലേ, എന്തെങ്കിലും വാങ്ങിക്കൊടുന്നെങ്കിൽ എനിക്ക് അപ്പം തന്നെ അത് യൂസ് ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനത് ഇങ്ങനെ കോസ്മെറ്റിക്സ് കാര്യങ്ങളൊക്കെ ഞാൻ പറയും വേണ്ട, ആദ്യം തന്നെ ഞാനത് യൂസ് ചെയ്ത് നോക്കും. അപ്പോൾ സുഡിയോയിൽ നിന്ന് പറഞ്ഞാൽ നമുക്ക് ട്രയൽ നോക്കാനുള്ള ഒരു എന്താ പറയുക ചാൻസ് ഉണ്ട് അവിടെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ 2x ഇട്ട് നോക്കി, ഒരു നെയിൽ മാത്രം ഇട്ട് നോക്കിയുള്ളൂ. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ ന്യൂഡ് ഷെയ്ഡ്സാണ് ഇഷ്ടം. ഇത് വേണ്ടില്ലേ, എൻ്റെ കയ്യിലുള്ള ന്യൂഡൊക്കെ കഴിഞ്ഞു പോയി. അപ്പോൾ ഞാനവിടെ പോയപ്പോൾ എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ട 3 ഷെയ്ഡ്സ്. ഇതാ, ഇതൊരു ഗ്ലിറ്റർ വരുന്ന ഒരു ഫോക്കസ് ആവുന്നില്ല, ഫോക്കസ് ആവുന്നുണ്ടാവില്ല, ഞാൻ അടുത്ത് കൊണ്ട് കാണിച്ചത്. ഇതിനൊക്കെ 59 ആണ് കേട്ടോ റേറ്റ്. 59 ആണ് ഈ ഒരു നെയിൽ പോളിഷിനൊക്കെ അവിടെ 59 ആണ് റേറ്റ്. സ്റ്റുഡിയോയിൽ പോയി നിങ്ങൾക്കറിയാലോ, കോസ്മെറ്റിക്സ് അതായത് ലിപ്സ്റ്റിക്ക്, ലിപ് ബാം, അതുപോലെ എന്താ ഫേസ് മാസ്ക്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ ഭയങ്കര റേറ്റ് കുറവിൽ കിട്ടും. പിന്നെ ഐലൈനർ അങ്ങനത്തെ ഐറ്റംസൊക്കെ. അപ്പോൾ ഞാൻ 3 ന്യൂ ഷെയ്ഡ്സിലുള്ള, ഇത് രണ്ടും ഒരുപോലെയാണെന്ന് തോന്നും, പക്ഷെ 3 ഒരുപോലെയാണെന്ന് തോന്നുന്നു. ഒരെണ്ണം ഗ്ലിറ്ററാണ്, 2 ഷെയ്ഡ്സാണ് പിന്നെ ബാക്കിയുള്ളത്. അപ്പോൾ അങ്ങനെ 3 നെയിൽ പോളിഷ് മേടിച്ചു. അത് ഞാൻ ഇട്ട് നോക്കി, കണ്ടില്ലേ ഇങ്ങനെയല്ലേ വരുന്നത്. ഇനി അടുത്ത സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇന്ന് രാവിലെ കോളേജിൽ പോകുമ്പോൾ യൂസ് ചെയ്തു പോയി. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ് ഇത് ഓപ്പൺ ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ അത് വലിച്ച് പറിച്ച് കീറലാണ് പതിവ്. അങ്ങനെയൊക്കെയാണ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഇത് സ്റ്റുഡിയോയിലത്തെ ഒരു ഐലൈനറാണ്, ഷിമ്മറി എഫക്റ്റ് തരുന്ന ഒരു ഐലൈനർ. അതായത് കാണിച്ചു, ഇത് കറുപ്പല്ല, ഗോൾഡൻ കളറിൽ ഇങ്ങനെ എന്താ പറയുക തിളങ്ങ, അങ്ങനത്തെ ഒരു സംഭവം. നല്ലതെന്നൊന്നും പറയാനില്ല, കാണില്ല സംഭവം ഇട്ടാലും കാണാത്ത പോലത്തെ ഒരു ഐറ്റമാണിത്. എനിക്ക് ഇട്ടുനോക്കിയപ്പോൾ വലിയ താല്പര്യമായില്ല. വേണമെങ്കിൽ യൂസ് ചെയ്യാം, കുഴപ്പമില്ലാത്തൊരു ഐറ്റം. പിന്നെ ഇതിന് കാജലിന് 99 റുപ്പീസ് ഉള്ളൂ. ഇതാണ് ഞാൻ സ്റ്റുഡിയോന്ന് പർച്ചേസ് ചെയ്തത്. സ്റ്റുഡിയോക്ക് ഇത്രയും ദൂരം തൃശ്ശൂർ പോയിട്ട് ഞാൻ സ്റ്റുഡിയോന്ന് ആകെ കൂടി ഇത്ര പർച്ചേസ് ചെയ്തോളൂ. പക്ഷേ എനിക്ക് ആ ഫ്രോക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യം കാണിച്ചുള്ള ഫ്രോക്ക് അത് ഞാൻ എന്തായാലും ഓണത്തിന് ഇടുന്നതായിരിക്കും. ഞാൻ ഇട്ടിട്ടുള്ള ഫോട്ടോ എന്തായാലും സൈഡിൽ ഒരു ഭാഗത്ത് കൊടുക്കാം. ഇനിയാണ് നമ്മുടെ ഐറ്റംസ് വരുന്നത്. ഞാൻ ആഗ്രഹിച്ച് മേടിച്ച കുറച്ച് സാധനങ്ങൾ എന്ന് പറഞ്ഞില്ലേ, വേറെ നല്ല കോസ്മെറ്റിക്സ് മേടിക്കാനുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. നിങ്ങൾക്ക് ഞാൻ നവരാത്രി മേക്കപ്പ് ലുക്ക്, വിഷു മേക്കപ്പ് ലുക്ക്, അങ്ങനെ ഓണം മേക്കപ്പ് ലുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 3 മേക്കപ്പ് ലുക്കിൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ യൂസ് ചെയ്തിരുന്നത്. ഓൺലൈനിൽ നിന്ന് ഞാൻ കുറച്ച് മേക്കപ്പ് പ്രോഡക്റ്റ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം എനിക്ക് കിട്ടിയത് എന്താ പറയുക,
എൻ്റെ ഷെയ്ഡിന് ചേരാത്ത സംഭവങ്ങളാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു പോയിട്ട് നമുക്ക് മേടിക്കാം, അതായത് ഷോപ്പിൽ പോയിട്ട് ഒരു ലോക്കൽ സ്റ്റോറിൽ പോയിട്ട് അല്ലെങ്കിൽ കോസ്മെറ്റിക്സ് മേടിക്കുന്ന ഷോപ്പിലെങ്ങാനും പോയിട്ട് നമ്മുടെ ഷെയ്ഡിനനുസരിച്ചിട്ടുള്ള പ്രോഡക്റ്റ്സ് മേടിക്കാം എന്ന് ഞാൻ കുറേ മുന്നേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ മേടിക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പണ്ട് നമ്മുടെ കയ്യിൽ ഇത് ആരെങ്കിലും ഗൾഫിൽ നിന്ന് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഈ ഐ ഷാഡോ പാലത്തൊക്കെ തരുമ്പോൾ അങ്ങനെ യൂസ് ചെയ്യാറ് പോലും ഉണ്ടായിരുന്നില്ല. ഒരു മേക്കപ്പ് സെറ്റ് തന്നെ വലുത് എൻ്റെ ഐ ഷാഡോ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് നമുക്കത് എന്താണ് അതിൻ്റെ യൂസ്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് ഇത് ആവശ്യമുള്ളതാണെന്നുള്ളത് മനസ്സിലായപ്പോൾ അതൊക്കെ പോയതിൽ ഭയങ്കര സങ്കടമുണ്ട്, സന്തോഷമല്ല സോറി, സങ്കടമുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് എന്താ പറയുക മേക്കപ്പ് പ്രോഡക്റ്റ്സ് മേടിച്ചു. അത്ര റേറ്റിൻ്റെ എന്ന് പറയാൻ പറ്റില്ല, അത്ര വലിയ കമ്പനി പ്രോഡക്റ്റ്സ് ഒന്നും പറയാൻ പറ്റില്ല. വേണ്ട, അതായത് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നല്ല കമ്പനിയുടെ മേടിച്ചു. അതല്ലാത്തത് ഞാൻ എന്താ പറയുക കുഴപ്പമില്ലാത്ത കമ്പനിയുടെയൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഗുരുവായൂരുള്ള പ്രിയങ്ക എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറിൽ പോയിട്ടാണ് ഇതൊക്കെ മേടിച്ചത്. പിന്നെ തൃശ്ശൂർ പോയിട്ടാണ് തിരിച്ച് വന്ന് പ്രിയങ്കയിൽ പോയിട്ടാണ് ഈ ഐറ്റംസ് ഒക്കെ മേടിച്ചത്. അപ്പോൾ ഞാൻ ഇന്നലെ പ്രിയങ്കയിൽ നിന്ന് എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്തത്, ഗുരുവായൂരുള്ള എല്ലാവർക്കും അറിയുമായിരിക്കും പ്രിയങ്ക എവിടെയാണ് എന്താണെന്നുള്ളത്. അപ്പോൾ അവിടെ കിട്ടാത്തതായിട്ടുള്ള ഐറ്റംസ് മിക്കതും ഇല്ല. കാരണം എന്താ പറയുക, ആദ്യമൊക്കെ തുടങ്ങുന്ന സമയത്ത് ഒരു കുഞ്ഞു ഷോപ്പായിരുന്നു. പിന്നെ അവിടുന്ന് അങ്ങനെ വലിയ ഷോപ്പായി അത്. അപ്പോൾ അവിടെ എന്താ പറയുക സ്റ്റേഷനറി ഉണ്ട്, മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എല്ലാത്തിൻ്റെയും വെറൈറ്റി ഐറ്റംസ് അവിടെ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം എടുത്തിട്ട് പോരാൻ തോന്നും. പക്ഷേ എല്ലാം എടുക്കരുത്, കൈസ് വേണ്ടത് മാത്രം എടുക്കണം. അപ്പോൾ ഞാൻ ഇന്നലെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 2-3 സാധനങ്ങളൊക്കെ ഉപയോഗിച്ചു. ഇന്ന് രാവിലെ പോകുമ്പോൾ ഞാൻ ഈ ഒരു സൺസ്ക്രീൻ എടുത്തിട്ടാണ് പോയത്. ഇത് ഞാൻ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല. എനിക്ക് ഏറ്റവും പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഈ ഒരു ഇതെന്താണാവോ സൂം ആവാത്ത, ഫോക്കസ് ആവുന്നില്ല, അക്വോളജിക്കൻ്റെ എന്താ പറയുക സൺസ്ക്രീൻ. എനിക്കിത് ട്രയൽ പാക്ക് ഞാനൊരു ലിപ്സ്റ്റിക്ക് ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. പക്ഷേ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഇപ്പോൾ ആ ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്നത്. ഒരു വൈറ്റ് കാസ്റ്റിങ്ങും ഇല്ല, ഒന്നുമില്ലാത്തൊരു നല്ലൊരു ഗ്ലോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലോ തരുന്ന ഒരു ബെസ്റ്റ് സൺസ്ക്രീനാണ് എൻ്റെ ഒപ്പീനിയനിൽ. നിങ്ങൾക്ക് ഏതാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ അവിടെ പോയി ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയില്ല. ഇനിയിപ്പോൾ അത് ഓൺലൈൻ എന്താ പറയുക മേടിച്ച് കിട്ടുമ്പോഴത്തേക്കൊക്കെ സമയമാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടുന്ന് വേറെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് പോൺസിൻ്റെ ഒരു എന്താ പറയുക ചെറുതാണ് മേടിച്ചത്. കുറച്ച് ദിവസത്തിനല്ലേ, പുതിയ ചിലപ്പോൾ ഞാൻ വേറെ മേടിക്കുമായിരിക്കും. SPF 50 PA+++ വരുന്ന നയാസിനമൈഡും കൂടിയിട്ടുള്ള ഒരു ക്രീം ജെല്ല്. ഇത് ഫസ്റ്റ് കാണിക്കാം കേട്ടോ. ക്രീം ജെല്ല് സൺസ്ക്രീനാണ് ഞാൻ ഇന്നലെ പോയിട്ട് മറ്റേ സ്റ്റോറിൽ നിന്ന് ആദ്യം പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഇതിനെ വരുന്നത് എത്രയാ, ഇതിന് 100 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ഇന്നലെ മേടിച്ചതിൽ ആദ്യത്തെ ഐറ്റം. സൺസ്ക്രീൻ മേടിച്ചു. എൻ്റെ കയ്യിൽ മോയ്സ്ചറൈസിങ് ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ മേടിച്ചില്ല. ഈ ഇരിക്കുന്നതൊക്കെ കണ്ടില്ല, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതാണ് എൻ്റെ മേക്കപ്പിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ ക്രീം, ബോഡി ക്രീം എല്ലാം അതും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മോയ്സ്ചറൈസിങ് ക്രീം ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്. പിന്നെ പ്രൈമർ ഉണ്ട് എൻ്റെ കയ്യിൽ, ഫിക്സറും ഉണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ മേടിച്ചില്ല. ബാക്കിയുള്ള എല്ലാ മേക്കപ്പ് ഐറ്റംസും നമ്മൾ കാണിച്ചിരുന്ന എല്ലാ മേക്കപ്പ് ഐറ്റംസും ഞാൻ എടുത്തൊരൊറ്റ എറിഞ്ഞു. അത് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ഞാൻ പുതിയത് ഇപ്പോൾ മേടിച്ചിട്ടുണ്ട്. പിന്നെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ ഒരു ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മൾ എന്തായാലും യൂസ് ചെയ്യാൻ പാടില്ല. നമ്മുടെ സ്കിന്നാണ്, നമുക്ക് നമ്മുടെ സ്കിന്ന് ബോദർ ചെയ്യേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഉപയോഗിക്കുമ്പോൾ ഡേറ്റ് നോക്കിയിട്ടൊക്കെ വേണം നമ്മൾ മേടിക്കാനായിട്ട്. അപ്പോൾ ആ സ്റ്റോറിൽ നിന്ന് ഞാനിത് ഒരു ടിഷ്യൂവിൻ്റെ ഒരു പേപ്പർ മേടിച്ചിട്ടുണ്ട്. ഇത് എനിക്കും നാണിക്കും എൻ്റെ പൂച്ചയ്ക്കും ഇത് ആവശ്യമുള്ളതാണ്. അവൾക്ക് കണ്ണ് തുടച്ചു കൊടുക്കാനൊക്കെ ഞാൻ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യാറുള്ളത്. ഇവിടെ അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് ടിഷ്യൂ പേപ്പർ. അപ്പോൾ ഞാൻ ടിഷ്യൂ പേപ്പർ മേടിച്ചു. പിന്നെ കാണിച്ചത് ഓക്കെ, ടിഷ്യൂ പേപ്പർ മേടിച്ചു. പിന്നെ മേടിച്ചത് ഐബ്രോ പാലറ്റാണ്, ഇൻസൈറ്റിൻ്റെ. ഞാൻ മേടിച്ചിട്ടുള്ള മിക്ക എന്താ പറയുക സാധനങ്ങളുടെ കമ്പനി എന്ന് പറയുന്നത് ഇൻസൈറ്റാണ്. ഇവിടെ ഐലൈനർ യൂസ് ചെയ്യുന്നതാണെങ്കിലൊക്കെ ഞാൻ ഇൻസൈറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു കുറേ ദിവസമായി ഞാൻ വിചാരിക്കുന്നു ഈ ഒരു എന്താ പറയുക ഐബ്രോ ഫില്ലിംഗ് പാലറ്റ് മേടിക്കണം എന്നുള്ളത്. അത്യാവശ്യം ഐബ്രോസ് ഉണ്ട് എനിക്ക്. ഞാൻ ത്രെഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഷൂട്ടിന് പോകുമ്പോൾ നമ്മളൊരു മേക്കപ്പ് ചെയ്യുമ്പോൾ ഐബ്രോസ് നമുക്ക് നല്ലൊരു ഫിനിഷിംഗ് ലുക്ക് തരും. അപ്പോൾ നമ്മൾ ഈ പെൻസിൽ വെച്ചിട്ട് വരയ്ക്കുന്നതിനേക്കാളും നല്ലത്. അപ്പോൾ ഭയങ്കര ഡാർക്കാവും. ഇങ്ങനെ പൗഡർ ആയിട്ടുള്ള ഒരു സാധനം മേടിക്കണമെന്ന് നല്ലത്. അപ്പോൾ ഇത് ആണ് ഞാൻ മേടിച്ചത്. ഇതിൽ 3 ഷെയ്ഡ് വരുന്നുണ്ട്. ഒരു ഗ്രേ കളറ്, പിന്നെ ഒരു ബ്രൗൺ, ഡാർക്ക് ബ്രൗൺ, ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത്. ശരിക്കും നമ്മൾ പിരികൊക്കെ ഫില്ല് ചെയ്യുന്ന സമയത്ത് ബ്ലാക്ക് ഒരിക്കലും യൂസ് ചെയ്ത് ഭയങ്കര ദിഗംബരൻ ലുക്ക് തരുന്നതായിരിക്കും അത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ ലൈറ്റ് ഷെയ്ഡ്സ് അല്ലെങ്കിൽ ബ്രൗൺ കളറൊക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു സ്പൂളിയുണ്ട്, പിന്നെ ബ്രഷിൻ്റെ ഒരു ഇതും കൂടിയിട്ട് ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ മേടിച്ചിട്ടുള്ള ഒരു ഐറ്റം. ഇപ്രാവശ്യം ഞാൻ മേക്കപ്പ് തകർക്കും, കിടക്കും. അപ്പോൾ ഞാൻ എന്തായാലും ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഷൂട്ടിൻ്റെ വീഡിയോ, മേക്കപ്പ് വീഡിയോ ഞാൻ വേറെ അപ്ലോഡ് ചെയ്യാം. അതിന് മുന്നേ ഇതൊക്കെ ചെയ്ത് നോക്കണ്ടേ. ഞാൻ അന്ന് എപ്പോഴും ചെയ്താണ്, എനിക്ക് ഓർമ്മയും കൂടി ഇല്ല എങ്ങനെ ചെയ്യാന്നുള്ളത്. പക്ഷേ ഞാൻ വീഡിയോസൊക്കെ കണ്ട് കുറച്ചൊക്കെ പഠിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ മേക്കപ്പ് എങ്ങനെ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ അത്ര പ്രോ അല്ലെങ്കിലും എനിക്കറിയുന്ന രീതിയിൽ ഞാൻ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഒരു ട്യൂട്ടോറിയൽ കൂടി ഞാനൊരു മേക്കപ്പ് ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ട്രയൽ മേക്കപ്പ് ലുക്ക് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് മേടിക്കുമ്പോൾ തന്നെ പണ്ടത്തെ നമ്മുടെ മേക്കപ്പ് സെറ്റൊക്കെ തുറക്കുമ്പോഴുള്ള മണം ഇതാ. ഇത് നമ്മുടെ ഇവിടുന്ന് കുറച്ച് തോടിയുണ്ട്.
ഇന്നലെ വന്നപ്പോൾ തന്നെ എടുത്ത് കുറച്ച് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഐ ഷാഡോ പാലറ്റാണ്. മേരി ജോ കെ അങ്ങനെ എന്തോ ആണ് ഈ ഒരു ഇത് വന്നിട്ടുള്ളത് കമ്പനി. ഇതിലിപ്പോൾ അത്യാവശ്യം നമുക്ക് വേണ്ട കളേഴ്സൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇത് മേടിച്ചത്. ഇതിൽ ഉഗ്ര കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാം. ഓക്കെ, പിങ്ക്, അതുപോലെ ഗ്ലിറ്റർ വരുന്നുണ്ട്, ഗോൾഡൻ സിൽവറും ബ്ലാക്ക്, മറൂൺ, അതുപോലെ റെഡ്, വൈറ്റ്. നമുക്ക് അത്യാവശ്യം ആവശ്യമുള്ള കളേഴ്സൊക്കെ വരുന്ന ഒരു ഐ ഷാഡോ പാലറ്റാണിത്. അത് മേടിച്ചു. പിന്നത്തെ ഈ മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ വെച്ച് മേക്കപ്പ് ചെയ്യാൻ എനിക്ക് കൈ തരിക്കുന്നുണ്ട്. ഇന്ന് ചെയ്യുന്നില്ല, കഴുകി കളയേണ്ടത് ആലോചിക്കുമ്പോൾ ഞാൻ ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ മേടിച്ചത് ഫൗണ്ടേഷനാണ്. ഞാൻ ഫിറ്റ്മിയുടെ ട്യൂബിൻ്റെ ഫൗണ്ടേഷൻ മേടിക്കാമെന്ന് വിചാരിച്ചത്. ഓൺലൈനിൽ ഞാൻ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഷോപ്പിൽ നിന്ന് കിട്ടാത്തത് കൊണ്ട്. ഈ പ്രിയങ്ക സ്റ്റോറിൽ ഒരുപാട് മേക്കപ്പ് പ്രോഡക്ട്സ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ അവിടെ ആൽപ്സ് ഗുഡ്നസിൻ്റെ എല്ലാവരും ഇപ്പോൾ യൂസ് ചെയ്യുന്നത്, ഞാൻ യൂസ് ചെയ്യുന്നില്ല, ഇപ്പോൾ യൂസ് ചെയ്യുന്നതാണ് റോസ്മേരി വാട്ടർ എങ്ങനെ എന്തോ. അപ്പോൾ റോസ്മേരി വാട്ടർ വേണ്ടവർക്കും അതുപോലെ ഡേം ഡോക്കിൻ്റെ എല്ലാ പ്രോഡക്ട്സും, മിക്ക പ്രോഡക്ട്സും സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവിടെ അവർ ബില്ലിംഗ് സെക്ഷനിൽ തന്നെ അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ മേടിച്ചില്ലെങ്കിലും അവിടെ പോയിട്ട് മേടിക്കാവുന്നതാണ്. അവിടെ ഇപ്പോൾ എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ കണ്ടില്ലേ, ലാക്മിയുടെ എന്താ പറയുക ഒറിജിനൽ കളക്ഷൻ ഫോർ എവർ മാറ്റ് ഫൗണ്ടേഷനാണ് മേടിച്ചിട്ടുള്ളത്. ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. ഈ ഷെയ്ഡിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. ഐ തിങ്ക് ദിസ് ഈസ് ഓക്കെ, ദിസ് ഈസ് പെർഫെക്റ്റ് ഫോർ മീ. അതെ, ഇത് മറ്റേതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര പെർഫെക്റ്റ് ആണ്. കാരണം അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഉദിച്ച് നിൽക്കുന്ന ഷെയ്ഡായിരുന്നു. പക്ഷെ അത് ഞാൻ ഇട്ട് കുറച്ച് കഴിയുമ്പോൾ എൻ്റെ മുഖത്തേക്ക് അത് ഫിറ്റായിട്ട് വരുന്നുണ്ടായിരുന്നു, കുഴപ്പമില്ലാത്തൊരു ഷെയ്ഡ് തരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, എന്തിനാണ് വെറുതെ വെള്ളാമ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഷെയ്ഡിനേക്കാളും കുറച്ച് ഡള്ളായാലും വലിയ വിഷമമൊന്നുമില്ല എനിക്ക്. കാരണം എന്താ വെച്ചാൽ കുറേ ഇങ്ങനെ വെള്ളാമ്പിച്ചിരുന്നിട്ട് പറയും ഇതേപോലെ പുട്ടി അല്ലെങ്കിലോ പറയും. നമ്മൾ മേക്കപ്പ് പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പുട്ടി എന്നുള്ള പേര് നമുക്ക് കിട്ടും. അതല്ലെങ്കിൽ കൂടി നമ്മൾ എന്തെങ്കിലും എടുത്ത് എന്തെങ്കിലും ഇടുകയാണെങ്കിൽ തന്നെ വെള്ളാമിച്ചിരിക്കുന്നത് കൂടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ ഇത് നമ്മൾ മേടിച്ചു, നമ്മുടെ ഫൗണ്ടേഷൻ ലാക്മിയുടെ. പിന്നെ ഡാസ്ലറിൻ്റെ ഒരു സെറ്റിംഗ് പൗഡർ, കോമ്പാക്ട് പൗഡറാണ് മേടിച്ചിട്ടുള്ളത്. ഇത് മിക്കവരും കണ്ടിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. അത് വരുന്നില്ല, ഇത് തന്നെ ഇതാ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ഒരു സ്പഞ്ചും കിട്ടും. ഇതാണ് നമ്മളെന്തായാലും മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ചെയ്യേണ്ടവർക്ക് സെറ്റ് ചെയ്യാം. ഗ്ലോ ആയിട്ടിരിക്കുന്നവർക്ക് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, സെറ്റ് ചെയ്യണമെങ്കിൽ മേടിക്കാം. ഓക്കെ, പിന്നെ നമ്മൾ ഒരു സ്പഞ്ച് മേടിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള സ്പഞ്ച് ഭയങ്കര റഫ് സ്പഞ്ചാണ്. ഞാൻ ഇതിൻ്റെ ക്യൂട്ടായിട്ടുണ്ട്. അതായത് ഇതിൻ്റെ പണ്ടത്തെ മണിപ്പേഴ്സ് പോലെ ഉണ്ട് അമ്മാമ്മമാരുടെ. അതെ, നമുക്ക് ഒരു സ്പഞ്ച് മേടിച്ചിട്ടുണ്ട്. ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. ഇതൊക്കെ വെച്ചിട്ട് ഞാനൊരു മേക്കപ്പ് ചെയ്യും ഗായ്സ്. ഇതാണ് നമ്മളെ സ്പഞ്ച്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടേക്കാം. സ്പഞ്ചൊക്കെ ഒരു വട്ടം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ വാഷ് ചെയ്യണം. സ്പഞ്ച് നല്ല ബ്രഷ് ആണെങ്കിലൊക്കെ. ഇതിലിപ്പോൾ 2-3 ബ്രഷൊന്നും കാണാനില്ല. അതായിരിക്കുന്നതാണ് എൻ്റെ മേക്കപ്പ് ബ്രഷുകൾ. അതൊക്കെ മേക്കപ്പ് ചെയ്യാത്തത് കൊണ്ട് അയ്യോ, അത് അതിൻ്റെ പണി കഴിഞ്ഞു. ക്യൂട്ടായിട്ടുള്ള സാധനത്തിൻ്റെ പണി കഴിഞ്ഞു പ്ലീസ്. അടിക്കണം, എന്തായാലും നമുക്ക് ഉപയോഗിക്കാനുള്ളതല്ലേ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ മേടിച്ചിട്ടുള്ളത് കോമ്പാക്റ്റ് അല്ല, സോറി, ഡിവോ സ്റ്റിക്ക് ഇൻസൈറ്റിൻ്റെ ആണിത്. ഇൻസൈറ്റിൻ്റെ കോണ്ടോറും ഹൈലൈറ്ററും വരുന്ന സ്റ്റിക്കാണ്. മുന്നേ എൻ്റെ കയ്യിൽ ഒരു സ്റ്റിക്ക് ഉണ്ടായിരുന്നു, പിന്നെ അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞപ്പോൾ ഞാനത് ഒഴിവാക്കിയായിരുന്നു. ഇങ്ങനത്തെ ഒരു ഐറ്റം കൂടുതലാക്കിയാൽ പൊട്ടിപ്പോകും. ഇത് കോണ്ടോറ്. പിന്നെ ഇതിൽ തന്നെ ഇതിൻ്റെ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഇതെനിക്ക് യൂസ് ചെയ്യാനൊക്കെ അറിയാം. ഇതാ ഹൈലൈറ്റർ ഞാൻ വേറെ ഒരെണ്ണം മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിൻ്റെ കൂടെ ഉള്ളപ്പോൾ നമ്മളെന്തിനാ വേറെ ഹൈലൈറ്റർ മേടിക്കുന്നത്? ആദ്യം തന്നെ നമ്മൾ ഇരുന്നിട്ട് കാര്യം നീട്ടുന്നതല്ലേ നല്ലത്. അപ്പോൾ ഞാൻ ഇതിൽ ഓൾറെഡി ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് വേറെ ഹൈലൈറ്റർ മേടിച്ചില്ല. ഇൻസൈറ്റിൻ്റെ ആണ് കേട്ടോ. ഇൻസൈറ്റിൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെ നല്ലത് തന്നെയാണ്. എനിക്കിഷ്ടമാണ് ഇൻസൈറ്റിൻ്റെ എന്താ പറയുക ഐലൈനറും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇൻസൈറ്റിൻ്റെ പിന്നെ അവിടെ ഉള്ളത് മേടിച്ചിട്ടുണ്ട് പോകുന്നു. അപ്പോൾ തൽക്കാലം മേക്കപ്പ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതൊക്കെ നോക്കാനേ. ഇനി നമ്മുടെ കൺസീലർ. ഫൗണ്ടേഷൻ യൂസ് ചെയ്താൽ എന്തായാലും കൺസീലർ ഇടണമല്ലോ ഗൈസ്. അപ്പോൾ കൺസീലർ ഞാനൊരു സാധനം മേടിക്കാൻ മറന്നു, കളർ കറക്റ്റർ മേടിക്കാൻ മറന്നു. അതവിടെ കണ്ടിരുന്നു, അത് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് കണ്ടുപോയി. പിന്നെ വേറെ ഒന്നിലേക്ക് കണ്ടുപോയപ്പോൾ ആ ഒരു സംഭവം മറന്നു. അപ്പോൾ ഇത് നമ്മുടെ ഇൻസൈറ്റിൻ്റെ തന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ മിക്കത് ഇൻസൈറ്റിൻ്റെ മേടിച്ചത്. ഫൗണ്ടേഷൻ മാത്രം ലാക്മി, കൺസീലർ, അതുപോലെ കോണ്ടോർ, ഹൈലൈറ്റർ, അതുപോലെ നമ്മുടെ മറ്റേ ഐബ്രോ ഫില്ലറൊക്കെ തന്നെയാണ് മേടിച്ചിട്ടുള്ള. എന്താ പറയുക, ഇൻസൈറ്റ് തന്നെയാണ് മേടിച്ചിട്ടുള്ളത്. നമ്മുടെ HD കൺസീലറാണ് കേട്ടോ ഇൻസൈറ്റിൻ്റെ. നല്ല സ്മെല്ല്, മേക്കപ്പ് പ്രോഡക്ട്സിന് ഒരു പ്രത്യേക സ്മെല്ലാണ്.
അപ്പോൾ ഇത് നമ്മുടെ ഫുൾ കവറേജ് തരുന്ന ഒരു ലോങ് ലാസ്റ്റിംഗ് ബേസ് ടു കൺസീൽ ഡാർക്ക് സർക്കിൾസ് ആൻഡ് ഇംപെർഫെക്ഷൻ. കൺസീൽ, കറക്റ്റ്, കോണ്ടോർ, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്, കൺസീലറാണിത്. ഓക്കെ, ഇതിനൊക്കെ 100 സംതിങ് 200ൻ്റെ ഉള്ളിലൊക്കെയാണ് വരുന്നത്. ഞാനെല്ലാം എന്താ പറയുക റേറ്റ് കുറവ്, അത്ര റേറ്റിൻ്റെ ഒന്നും മേടിച്ചിട്ടില്ല. ഈ ലാക്മിയുടെ മാത്രം, ലാക്മിക്ക് എത്രയോ റേറ്റ് ഞാൻ മറന്നു പോയി, ഇതിൽ കാണാനും ഇല്ല. അതന്നെ 200ൻ്റെ ഉള്ളിലാണ് ഞാൻ മേടിച്ച ഐറ്റംസ് ഒക്കെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് MN13 ആണ് എൻ്റെ കൺസീലറിൻ്റെ ഷെയ്ഡ് വന്നിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ ഷെയ്ഡ് കോറൽ, നേച്ചുറൽ കോറൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് ലാക്മിയുടെ നമ്മുടെ ഫൗണ്ടേഷൻ്റെ ഷെയ്ഡ് വന്നിട്ടുള്ളത്. പിന്നെ ബേസിക് ആയിട്ട് വേണ്ട സാധനങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ മേക്കപ്പിൻ്റെ വേണ്ടിയിട്ടുള്ള പ്രോഡക്ട്സ്. അതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള എന്താ പറയുക സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊക്കെ നമുക്കറിയാലോ, ഇത് നമ്മൾ സ്പ്രേ ചെയ്യുന്ന ഐറ്റമാണ്. അതിപ്പോൾ എന്തെങ്കിലും ഫേസിലേക്ക് എന്തെങ്കിലും സ്പ്രേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് മേടിച്ചാണ്. ഇത് 30 റുപ്പീസാണ് ഇതിന്. അങ്ങനത്തെ ഐറ്റംസൊക്കെ അവിടെ കുറേ ഉണ്ട്. പണ്ട് ഞാനിത് തപ്പി നടക്കുമായിരുന്നു, ഇത് എവിടെ കിട്ടുകയാണ് കിട്ടും, പക്ഷേ ഇതെവിടെ ഇപ്പോൾ കിട്ടിയായിരുന്നു. പിന്നെ ഒരു റേസർ മേടിച്ചു, ഇതിന് 40 റുപ്പീസ് അങ്ങോട്ടാണ് തോന്നുന്നുണ്ട്, 14 തോന്നുന്നുണ്ട്. ഒരു റേസർ മേടിച്ചു. പിന്നെ നെയിൽ പോളിഷ് റിമൂവർ. ഞാൻ നെയിൽ പോളിഷ് ഇട്ട് കഴിഞ്ഞാൽ ഈ സാധനം മേടിക്കാൻ എപ്പോഴും മറക്കും. അപ്പോൾ ഞാൻ നെയിൽ പോളിഷ് ഇട്ട് കഴിഞ്ഞാൽ അത് പോണ വരെ അതങ്ങനെ കയ്യിലിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു കോട്ടടിച്ച്, അല്ലെങ്കിൽ അതിങ്ങനെ ചുരണ്ടി കളഞ്ഞിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ നെഗത്തിനും അതൊരു നല്ല കാര്യമൊന്നുമല്ല. ചുരണ്ടുമ്പോൾ അറിയാലോ ബാക്കിയുള്ള നെഗത്തിൻ്റെ പൊടിയൊക്കെ അവിടെ നിന്ന് അങ്ങനെ അടർന്നു പോരും. അപ്പോൾ ഞാൻ എന്താ പറയുക ഒരു നെയിൽ പോളിഷ് റിമൂവർ മേടിച്ചു. പിന്നെ എത്ര മേടിച്ചാലും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സൂചി, അതുപോലെ ഈർക്ലി സ്ലൈഡ്, ഈ 2 സാധനങ്ങൾ. അതുപോലെ കുറച്ച് ബണ്ണുകൾ, നമ്മൾ ബ്ലാക്ക് കളറിൽ സ്കൂളിലൊക്കെ പോകുന്ന പിള്ളേർക്കും 2 സൈഡൊക്കെ കിട്ടി പോകുന്ന പിള്ളേർക്കൊക്കെ ബണ്ണ് വൈറ്റ് ആയാലും ബ്ലാക്ക് ആയാലും ഒക്കെ പെയറായിട്ട് നമ്മൾ മേടിക്കില്ലേ. ഇതൊക്കെ പണ്ട് തൊട്ടിട്ട് എനിക്ക് ഉള്ളത് തന്നെ. അതുപോലെ തന്നെ കുറേ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. പിറ്റേ ദിവസം നമ്മൾ എവിടെയും കൊണ്ട് ഊരി വയ്ക്കും, പിന്നെ അത് കാണാണ്ടാവില്ല, അതിൻ്റെ പെയർ പോകും. ഈ സാധനം എത്ര മേടിച്ചാലും അവസാനം ഞാനിപ്പോൾ അടുത്ത് കുറേ തെണ്ടി നടന്നിട്ടുണ്ട് ഈ സാധനം കിട്ടാൻ വീട്ടിൽ നിന്ന്. അത്യാവശ്യം ഉണ്ടായിരുന്നു ഡാൻസിൻ്റെ പ്രോഗ്രാമിനൊക്കെ ഞാൻ മേടിച്ചിട്ടുള്ളത്. പക്ഷേ ഇതൊക്കെ എവിടെയാണ് വെച്ചതെന്നും എവിടെ ഊരി വെച്ചത് എവിടെ കൊണ്ട് കളഞ്ഞതെന്നും എനിക്ക് ഓർമ്മയില്ല. സൂചി, അതുപോലെ സൂചി പാക്കറ്റ്, അതുപോലെ ഈ ഒരു വിക്കി സ്ലൈഡ്, പിന്നെ എന്താ പിന്നെ ഒരു സാധനം കൂടിയുണ്ട് ഗൈസ്, ഞാൻ മറന്നു, കുഞ്ഞ് സാധനം കാരണം കണ്ടില്ല. ഇൻസൈറ്റിൻ്റെ തന്നെ ബ്ലഷ് മേടിച്ചിട്ടുണ്ട്. ഞാൻ പൗഡർ ബ്ലഷ് മേടിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ കിട്ടിയത് ഇങ്ങനത്തെ നല്ല ഇങ്ങനത്തെ ഒരു സാധനമാണ് കേട്ടോ. ഭയങ്കര ജെല്ലി ആയിട്ടുള്ള ഒരു. എൻ്റെ വേറെ ബ്ലഷ് ഉണ്ട്, ജസ്റ്റ് ഹെർബ്സിൻ്റെ ഒരു ബ്ലഷ് ഉണ്ട്. പക്ഷെ അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ പിമ്പിൾസ് വരുന്ന പോലെ. ഇനി ഇതൊക്കെ യൂസ് ചെയ്താൽ എന്താവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നമുക്ക് മേക്കപ്പ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ ഷൂട്ടിന് പോകുമ്പോൾ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഞാൻ മേടിച്ചിട്ടുള്ള നമ്മുടെ ഓണത്തിന് വേണ്ടി ഞാൻ മെയിനായിട്ട് മേടിച്ചിട്ടുള്ള പ്രോഡക്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ ആയില്ലേ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഞാനിങ്ങനെ മേടിച്ച സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാം. പിന്നെ ഓണം എന്തായാലും ആവാനായി. ഓണത്തിനാണ് ഞാൻ പറഞ്ഞില്ലേ സെറ്റ് സാരി, പട്ട് പാവാട, ഇതൊക്കെ ഞാൻ പർച്ചേസ് ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. പ്രോഡക്റ്റും കാര്യങ്ങളുടെ ഒന്നും ലിങ്ക് എൻ്റെ കയ്യിലില്ല. പക്ഷേ ഇൻസൈറ്റിൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെ നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാനിതിൽ എന്താ പറയുക ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലോ അങ്ങനെ പിൻ ചെയ്ത് വെക്കാം. ഇതൊക്കെ ഞാൻ ലോക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ചത് കൊണ്ട് നമുക്കിതിന് ലിങ്ക് തരാനായിട്ടില്ല. ഓൺലൈനിൽ നിന്ന് ഉണ്ടെങ്കിൽ ഞാൻ സെർച്ച് ചെയ്തിട്ടേക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ സ്റ്റുഡിയോന്ന് ഡ്രസ്സ് മേടിച്ചു, ഇതിനൊന്നും ഓൺലൈനായിട്ട്. പക്ഷേ ഞാൻ എന്തായാലും വില്ലേജ് ഹാൻഡ്ലൂംസിൻ്റെ നമ്പർ എന്താ പറയുക മേലെ കൊടുക്കാവുന്നതാണ്. കൊടുക്കാം, മലയാളം പറഞ്ഞ മലയാളമൊക്കെ പോയി കയ്യിൽ നിന്ന് പോയി, ഞാനത് കട്ട് ചെയ്യണില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഈ വില്ലേജ് ഹാൻഡ്ലൂംസിൻ്റെ നമ്പർ ഞാൻ മേലെ കൊടുക്കാം, ഇൻസ്റ്റാ ID മേലെ കൊടുക്കാം. അവരുടെ കയ്യിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അവരുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ആഡ് ആവാൻ പറ്റുവാണെങ്കിൽ അതിൻ്റെ ലിങ്ക് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാനത് ഷെയർ ചെയ്തിടാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ പർച്ചേസ് ചെയ്യാം. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഡെയിലി തന്നെ ഞാൻ ആ ഗ്രൂപ്പിലുള്ളത് കൊണ്ട് എനിക്കറിയാം അവരുടെ കയ്യിൽ എന്തോരം കളക്ഷൻസ് ഉണ്ടെന്നുള്ളത്. കുട്ടികളുടെ ആണെങ്കിലും പട്ടുപാവടൊക്കെ കസ്റ്റമൈസ് ചെയ്ത് അവർ വർക്ക് ചെയ്ത് തരും തോന്നുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്, അത്യാവശ്യം ഉണ്ട്, വർക്ക് ചെയ്ത് കിട്ടും. പിന്നെ അവർ കൊറിയറാണ് ചെയ്യുന്നത്, ചിലത് ഫ്രീ ഷിപ്പിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ നമ്പറൊക്കെ എന്തായാലും അല്ലെങ്കിൽ മേലെ കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓണാഘോഷമൊന്നും ഇല്ലെങ്കിലും നമ്മുടെ പേഴ്സണലി നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെറുതായിട്ടൊക്കെ ഓണം എന്താ പറയുക എന്തായാലും അമ്പലത്തിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ടാവുമല്ലോ ഓണത്തിന്. അപ്പോൾ അതൊക്കെ ഞാൻ ഇപ്പം തന്നെ ഒതുക്കി വയ്ക്കുന്നത് നിങ്ങൾ നോക്കേണ്ട. കുറച്ച് കഴിഞ്ഞ് ഞാൻ മടിക്കാരൻ അവിടെ എവിടെയും പോയിരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് കൂടെ അലങ്കോലമായിട്ടിരിക്കും, അതുകൊണ്ടാണ് ഇപ്പം തന്നെ എടുത്തിടുന്നത്. അപ്പോൾ എന്താ പറയുക, എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം. എല്ലാവരും സേഫായിട്ട് സെക്യൂറായിട്ട് ഇരിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ. ഞാൻ പറയില്ല, കാരണം ഷെയർ ചെയ്യാൻ പറ്റിയ അത്ര നല്ല കണ്ടൻറ്റൊന്നുമല്ല. ഞാൻ എൻ്റെ ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങളും വ്ളോഗ്സും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക്
നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ, ക്ലാരിറ്റി ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്തത്. ക്ലാരിറ്റി ഇഷ്യൂസ് എനിക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് വരെ എനിക്കതൊരു ഇഷ്യൂ അല്ല. പക്ഷേ അത് കാണുന്ന ആൾക്കാർക്ക് കണ്ടു കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും പറയാറുണ്ട്, എന്താ ക്ലാരിറ്റി ഇല്ല, വീഡിയോ ക്ലാരിറ്റി. ഞാൻ പറയാം, ഒന്നും ചെയ്യാൻ വഴിയില്ല. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇങ്ങനെ ഇതിൽ വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഗൈസ് ഞാൻ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാത്തത്. അതാണ് മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എന്നെ പിടിച്ചാൽ അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.